ഓം വിഘ്നേശ്വരായ നമഃ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗ്രീൻ മീഡിയ വിഷൻ ചാനലിന്റെ നക്ഷത്ര ജ്യോതിഷ പങ്ക്തിയിലേക്ക് സ്വാഗതം. നക്ഷത്ര ഫലവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അത് ഓരോ നാളുകാർക്കും അവരുടേതായ ജന്മരാശി അനുസരിച്ചു ജനന സമയം അനുസരിച്ചൊക്കെ ആയിരിക്കും നടക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന ഉടൻ തന്നെ എല്ലാ കാര്യങ്ങളും സാധിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഓരോ നാളുകാരും. പക്ഷെ അങ്ങനെയല്ല. നിങ്ങളെ കർമ്മങ്ങളും കർമ്മഫലങ്ങളും അതുപോലെ നിങ്ങൾ എന്താണ് പ്രവർത്തിക്കുന്നത്, നിങ്ങളുടെ പ്രവൃത്തി ഫലങ്ങളും അതുപോലെ സന്താന ഭാഗ്യങ്ങൾ ഉണ്ടാകുന്നവർക്ക് സന്താനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ നല്ല സമയങ്ങൾ വരാൻ പോകുന്ന ഒരു സമയമാണ്. അച്ഛനമ്മമാരോടൊക്കെ നല്ല രീതിയിൽ പെരുമാറുക, മാതൃപൂജകളൊക്കെ നടത്തിയാൽ ദോഷങ്ങൾ മാറും. അപ്പോൾ പ്രധാനപ്പെട്ട എന്നൊരു നക്ഷത്രത്തെ കുറിച്ചാണ് പറയുന്നത്. അനിഴം നക്ഷത്രത്തെ കുറിച്ചാണ്. അനിഴം നക്ഷത്രത്തിന് ഫെബ്രുവരി 17 മുതൽ, അതായത് തിങ്കളാഴ്ച മുതൽ ഈ മാസം അവസാനം വരെ ഉണ്ടാകാൻ പോകുന്ന ഭാഗ്യങ്ങളും അവരുടെ കർമ്മമണ്ഡലങ്ങളിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളുമൊക്കെയാണ്. കർമ്മമണ്ഡലങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ചതിലുപരി സാമ്പത്തിക നേട്ടം അനിഴം നക്ഷത്രക്കാർക്ക് ഫെബ്രുവരി 17 മുതൽ ലഭിക്കുന്നതാണ്. അതുപോലെ കുടുംബത്തിൽ സമാധാന അന്തരീക്ഷമൊക്കെ സംജാതമാകും. നേരത്തെ ഉണ്ടായിരുന്ന ചില വസ്തു തർക്കങ്ങൾ, സഹോദരങ്ങളുമായി ഉണ്ടായിരുന്ന പിണക്കങ്ങളൊക്കെ മാറി ഇണക്കത്തിലേക്ക് വരും. ശുഭാപ്തി വിശ്വാസത്തോടെ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ നല്ല വിജയം കൈവരിക്കുവാനും ചെറിയ ബിസിനസ്സുകൾ തുടങ്ങുന്ന മൂലം അഭിവൃദ്ധി ഉണ്ടാകുവാനും ഒക്കെയുള്ള സമയമാണ് അനിഴം നക്ഷത്രക്കാർക്ക് ഈ ഫെബ്രുവരി മാസത്തിലെ യോഗം കാണിക്കുന്നത്. അതുപോലെ തന്നെ ക്ഷേത്ര ദർശനങ്ങൾ മുടങ്ങാതെ നടത്തുക. ശിവരാത്രിയോടനുബന്ധിച്ച് ശിവക്ഷേത്രത്തിലൊക്കെ പോയി പൂജകൾ നടത്തുന്നത് ഏറ്റവും നന്നായിരിക്കും. അനിഴം നക്ഷത്രക്കാർക്ക് അറിവുള്ള വിഷയങ്ങളൊക്കെ ഭംഗിയായി അവതരിപ്പിക്കുന്നത് വഴി മേലധികാരികളിൽ നിന്നും അനുമോദനങ്ങളൊക്കെ ഇവർക്ക് വന്നു ചേരുന്ന സമയമാണ്. വിദ്യാർത്ഥികളാണെങ്കിൽ ഗവേഷകരാണെങ്കിൽ സമയം അനുകൂലമാണ്. വ്യാപാര വിതരണ വിപണന മേഖലകളിൽ ക്രമാനുഗതമായ പുരോഗതി അനിഴം നക്ഷത്രക്കാർക്ക് ഈ ഫെബ്രുവരി 17 മുതൽ സാധിക്കുന്നതായിരിക്കും. മാസ അവസാനം വരെ നല്ലൊരു സമയമാണ്. തുടർന്ന് അങ്ങോട്ടും അതിൻ്റെതായ നേട്ടങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായി കിട്ടും ഈ വർഷം. അതുപോലെ തൃക്കേട്ട നക്ഷത്രങ്ങളുമായി ചേർന്ന് എന്തെങ്കിലും ബിസിനസ്സുകളൊക്കെ തുടങ്ങിയാൽ അത് ശരിക്കും നല്ല ഉപയോഗപ്രദമായ രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ പറ്റുമെന്നുള്ള അനിഴം നക്ഷത്രക്കാർക്ക് രോഹിണി നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ കാർത്തിക നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ടും പല പല ബിസിനസ്സുകളൊക്കെ തുടങ്ങാൻ പറ്റിയ സമയമാണ്. അനിഴം നക്ഷത്രത്തിൽ പെടുന്ന വിദ്യാർത്ഥികൾക്ക് സമയം അനുകൂലമാണ്. അതുപോലെ വ്യാപാര മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഏറ്റവും നല്ല സമയം. ലോട്ടറി ഭാഗ്യം, അതുപോലെ തന്നെ കുടുംബ സ്വത്തുക്കൾ ലഭിക്കുക, കുബേരതുല്യമായ ഒരു ജീവിതമാണ് വരാൻ പോകുന്നത്. വിശേഷപ്പെട്ട ദേവാലയ ദർശനത്തിനുള്ള അവസരങ്ങൾ വന്നു ചേരുന്ന സമയമാണ് അനിഴം നക്ഷത്രക്കാർക്ക്. നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയിരുന്ന രേഖകൾ പലതും തിരികെ ലഭിക്കുകയും അതുപോലെ മൂലം നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ട് അനിഴം നക്ഷത്രക്കാർ പ്രവർത്തിക്കുകയാണെങ്കിൽ അവർക്ക് അനുയോജ്യമായ കാര്യങ്ങളൊക്കെ നേടിത്തരാനുള്ള ഒരു സമയമാണ്. ഈ രണ്ട് നക്ഷത്രങ്ങളും തമ്മിൽ സംയോജിക്കുന്നത് മൂലം നല്ല നല്ല നേട്ടങ്ങളൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ്. അതുപോലെ മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ സാധിക്കുന്ന സമയമാണ് അനിഴം നക്ഷത്രക്കാർക്ക്. സ്വന്തമായി വാഹനം വാങ്ങുക, അതുപോലെ വീട് വയ്ക്കുക, വസ്തു വാങ്ങുക, അല്ലെങ്കിൽ വീടിന് സ്ഥാനം കാണുക, വിദേശത്ത് പോകാനുള്ള ആഗ്രഹങ്ങളൊക്കെ സബലീകരിക്കുക, പ്രണയ സാഫല്യം ഉണ്ടാവുക എന്നിവയാണ്. ഔദ്യോഗിക മേഖലകളിൽ ജോലിഭാരം വർദ്ധിക്കുന്ന സമയമാണെങ്കിലും സാമ്പത്തികമായി നല്ല നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഈ ഫെബ്രുവരി 17 മുതൽ നല്ല ഒരു സമയം തന്നെയാണ് അനിഴം നക്ഷത്രക്കാർക്ക് ഉണ്ടാവുക. അതുപോലെ തന്നെ പൂർവികമായ സ്വത്ത് രേഖാപരമായി ലഭിക്കുവാനും നിങ്ങൾക്ക് നല്ല സമയമാണ്. അതുപോലെ ഓരോ സമയങ്ങളും നിങ്ങളുടെ ജീവിത മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതിൽ അനിഴം നക്ഷത്രക്കാർക്ക് ചില ദോഷഫലങ്ങളൊക്കെ അല്ലെങ്കിൽ നക്ഷത്ര ജ്യോതിഷപരമായി നോക്കുമ്പോൾ ശനിദശയിൽ പിറന്നവരൊക്കെ ഉണ്ട്. അതൊക്കെ മാറ്റിയെടുക്കണം. പിതൃദോഷങ്ങൾ മാറ്റിയെടുക്കണം. അല്ലെങ്കിൽ കുടുംബപരമായുള്ള നാഗത്തറകൾ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ വിളക്കുകളൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. ശിവക്ഷേത്ര ദർശനം കൂടാതെ വിഷ്ണു ക്ഷേത്ര ദർശനവും ഗണപതി ക്ഷേത്രങ്ങളൊക്കെ ദർശനം നടത്തുക. ഭദ്രകാളിക്ക് പൂജയൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. അതുപോലെ എല്ലാ സ്ഥലങ്ങളിലും പോകുമ്പോൾ അവിടെയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പരമാവധി കയറി നിങ്ങളുടെ വിഷമങ്ങളും മറ്റും പറയുവാൻ ശ്രമിക്കുക. ഏറ്റവും നല്ലൊരു സമയമാണ് അനിഴം നക്ഷത്രക്കാർക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ നടന്നുകൊണ്ടിരിക്കുന്ന നല്ല സമയമായിരുന്നു. അവരുടെ സമയമാറ്റങ്ങളൊക്കെ അനുകൂലമായ രീതിയിലാണ്. അനിഴം നക്ഷത്രക്കാർക്ക് പോകുന്ന ദോഷങ്ങൾ ഉണ്ടായിരുന്നവരുടെ ദോഷങ്ങളൊക്കെ കുറേശ്ശെ മാറി വരുന്ന സമയമാണ്. ശനിദോഷത്തിൽ ജനിച്ചവർക്കുള്ള ശനിദോഷ പരിഹാരങ്ങൾ ചെയ്താൽ അവർക്ക് കൂടുതൽ നല്ല രീതിയിൽ ഉയർച്ചയും അല്ലെങ്കിൽ കുടുംബത്തിൽ നല്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നടക്കും, നേട്ടങ്ങൾ ഉണ്ടാകും. ഒരുപാട് നാളായി പ്രണയിച്ച് നടന്നവർക്ക് അനിഴം നക്ഷത്രക്കാരായ സ്ത്രീകളായാലും പുരുഷന്മാരായാലും അവർക്ക് പ്രണയ വിവാഹമൊക്കെ നല്ല രീതിയിൽ നടക്കുന്ന സമയമാണ്. സ്ത്രീകളാണെങ്കിൽ അനിഴം നക്ഷത്രത്തിൽ പിറന്നവർക്ക് ഏറ്റവും നല്ലൊരു ദാമ്പത്യ ജീവിതം, സന്താന ഭാഗ്യം, അതുപോലെ നഴ്സിംഗ് ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണെങ്കിൽ അവർക്ക് വിദേശത്ത് പോകാനുള്ള അവസരങ്ങളൊക്കെ, പഠിച്ചു നിൽക്കുന്നവരാണെങ്കിൽ അതിനുള്ള അവസരങ്ങളൊക്കെ ലഭിക്കും. കൂടാതെ അനിഴം നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾക്ക് നല്ലൊരു സാമ്പത്തിക നേട്ടമുള്ള ജോലിയിലേക്ക് വിദേശത്തോ യൂറോപ്പ് പോലുള്ള രാജ്യങ്ങളിലേക്ക് പോകാനുള്ള യോഗമുണ്ട്. പഠിച്ച വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ജോലികൾക്ക് ശ്രമിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ സർക്കാർ ജോലിക്കായി കാത്തിരിക്കുന്നവർക്ക് ടെസ്റ്റുകളൊക്കെ എഴുതി അതിന്റെ ലിസ്റ്റിലൊക്കെ ഉള്ളവർക്ക് അനുകൂലമായ സമയമാണ്. ഈ മാസത്തോടുകൂടി അതൊക്കെ നിങ്ങൾക്ക്
സഫലമാകുന്ന ഒരു സമയമാണ്. ലോട്ടറി ഭാഗ്യം ഉണ്ടെന്ന് പറഞ്ഞാൽ അനിഴ നക്ഷത്രക്കാർക്ക് ലോട്ടറി ഭാഗ്യമുള്ളവരാണ്. വല്ലപ്പോഴും ഒക്കെ ലോട്ടറിയൊക്കെ എടുത്തു വെക്കുക. ചിലപ്പോൾ ചില സമ്മാനങ്ങൾക്ക് നിങ്ങൾക്ക് ലഭിച്ചെന്നിരിക്കും. അനിഴ നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ല സമയമാണ് ഈ ഫെബ്രുവരി 17 മുതൽ സംഭവിക്കുന്നത്. നടന്നുകൊണ്ടിരിക്കുന്ന അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമ്പോൾ തന്നെ നിങ്ങളുടെ മാസ അവസാനം എത്തുമ്പോൾ നിങ്ങൾക്ക് അതിലും ഉത്കൃഷ്ടമായ ചില കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കുവാൻ കഴിയും. അനിഴ നക്ഷത്രക്കാർ ഏറ്റവും വലിയ പ്രത്യേകത ധീരന്മാരാണ്. അതുകൊണ്ട് സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഉറച്ച വിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്നവരാണ്. എന്ത് കാര്യത്തിന് എവിടെ ചെന്ന് കഴിഞ്ഞാലും അവർ ഒരു പ്രത്യേക രീതിയിൽ തന്നെ അവിടെ നിന്ന് അവർക്കുള്ള കാര്യങ്ങൾ സാധിച്ച് തിരിച്ചു വരാൻ കഴിവുള്ളവരാണ് അനിഴ നക്ഷത്രക്കാർ. ഏവരുടെയും മുൻപിൽ നിന്ന് നേതാവിനെ പോലെ അല്ലെങ്കിൽ ഒരു നേതൃത്വ ബോധമൊക്കെ ചെയ്യാൻ കഴിവുള്ളവരാണ്. വിദ്യാർത്ഥികളാണെങ്കിൽ ഉപരിപഠനത്തിനുള്ള നല്ല അവസരമാണ്. അവർ പഠിച്ച വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ജോലികൾ ലഭിക്കാനുള്ള സമയമാണ്. അതുപോലെ സന്താന ഭാഗ്യം നല്ല രീതിയിൽ ഉണ്ടാകും എന്നുള്ളതാണ്. ഇതുവരെയും സന്താനങ്ങൾ ലഭിക്കാതിരുന്ന അല്ലെങ്കിൽ ഉണ്ടാകാതിരുന്ന അനിഴ നക്ഷത്രക്കാരായ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും സന്താന ഭാഗ്യങ്ങൾ ഉണ്ടാകും. അതുപോലെ ചെറിയ കച്ചവടങ്ങൾ തുടങ്ങുന്ന ഇപ്പോൾ നന്നായിരിക്കും. അനിഴ നക്ഷത്രക്കാർക്ക് കൃഷി നല്ല രീതിയിൽ ആദായം ലഭിക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ ദൂരയാത്രകളൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം. രാത്രിയിലുള്ള വാഹന യാത്രകൾ, അതുപോലെ മറ്റുള്ളവരുമായി തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കാൻ ശ്രമിക്കുക. ഏതായാലും ഫെബ്രുവരി 17 മുതൽ നല്ല ഒരു സമയമാണ് ഈ മാസം അവസാനം വരെ. അത് തുടർന്നും അങ്ങനെ ഈ വർഷം മുഴുവൻ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ വേണ്ട രീതിയിലുള്ള പാപപരിഹാരങ്ങളും നക്ഷത്ര ദോഷഫലങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അത് തീർത്തെടുക്കണം എന്നുള്ളതാണ്. ശനിദോഷ പരിഹാരങ്ങൾ ചെയ്ത് കുടുംബത്തിന് ഐശ്വര്യവും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഇതൊക്കെയാണ് അനിഴ നക്ഷത്രക്കാരുടെ പ്രധാന കാര്യങ്ങൾ. അപ്പോൾ അവർ പ്രത്യേക ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക, പൂജാതി കർമ്മങ്ങൾ നടത്തുക, അതുപോലെ തന്നെ മറ്റു ആൾക്കാരുമായി നല്ല രീതിയിൽ ഇടപഴകുക എന്നുള്ളതൊക്കെയാണ് അവിടെ ഏറ്റവും നല്ല കാര്യങ്ങൾ. അപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അവിടെ നിന്ന് മാറ്റത്തിന് സാധ്യതയുണ്ട്. ഉയർന്ന തസ്തികയിലേക്ക് മാറുകയോ അല്ലെങ്കിൽ അവിടെ നിന്ന് സ്ഥലമാറ്റം കിട്ടി വേറെ സ്ഥലത്തേക്ക് പോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് അവിടെയും മാറ്റങ്ങൾ ഉണ്ടാകും. കൂടുതൽ നല്ല ഒരു ജോലിയിലേക്ക് കയറ്റം ലഭിക്കുകയും ശമ്പളം കൂടുതൽ ലഭിക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ യൂറോപ്പിലേക്കും മറ്റും പോകാനിരുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് നല്ല അവസരങ്ങളാണ്. ആ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും നിങ്ങൾക്കുണ്ടാക്കും. സാമ്പത്തിക നേട്ടങ്ങളാണ് ഇതിനകത്ത് പ്രധാനമായും അനിഴ നക്ഷത്രക്കാർക്ക് ഉണ്ടാവുക. അതുകൊണ്ട് അതനുസരിച്ച് നിങ്ങളുടെ രാശിപ്രകാരം മുന്നോട്ട് പോവുക, കാര്യങ്ങളൊക്കെ ചെയ്യുക, ദോഷപരിഹാരങ്ങൾ ചെയ്യുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക. താൻ പാതി ദൈവം പാതി എന്ന് പറയുന്ന പോലെയാണ് അനിഴ നക്ഷത്രക്കാർക്ക് കുറച്ച് ദോഷഫലങ്ങളുണ്ട്. അതുകൊണ്ട് ദൈവത്തോട് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ ദോഷഫലങ്ങളൊക്കെ മാറിക്കിട്ടും. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും, സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. നിങ്ങളുടെ നക്ഷത്ര ജ്യോതിഷ ഫലവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. എല്ലാവർക്കും ഓരോ സമയവും അവരുടെ ജനസമയവുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, വ്യത്യസ്തത ഉണ്ടായിരിക്കും. ഓരോ നാളുകാർക്കും അവരുടേതായ ജന്മരാശിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. ഏതായാലും അനിഴ നക്ഷത്രക്കാർക്ക് നല്ല രീതിയിലുള്ള സമയമാണ്. അത് അറിഞ്ഞ് പ്രവർത്തിക്കുക. ഇത്രയും നേരം ഈ ജ്യോതിഷ പങ്ക്തി കേട്ടിരുന്ന എല്ലാവർക്കും നല്ല നമസ്കാരം. അടുത്ത ജ്യോതിഷ പങ്ക്തിയുമായി വീണ്ടും എത്താം. ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവർക്കും നല്ല നമസ്കാരം.